നമസ്കാരം. നോയിഡറ്റിലേക്ക് സ്വാഗതം. BJPക്കെതിരെ സംസാരിച്ചു, അതുകൊണ്ട് എൻ്റെ ലോക്സഭാ അംഗത്വം ഇല്ലാതാക്കി. ഞാൻ താമസിച്ചിരുന്ന വസതിയിൽ നിന്ന് എന്നെ പുറത്താക്കി. പിണറായി വിജയനെ എന്തുകൊണ്ടാണ് ഇനിയും അറസ്റ്റ് ചെയ്യാത്തത്? രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്ന പ്രധാന ചോദ്യം ഇതാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഉന്നയിക്കേണ്ട പ്രധാനപ്പെട്ട രാഷ്ട്രീയ ചോദ്യമാണല്ലോ ഇത്. ഭൂപേഷ് ഭാഗൽ, സിദ്ധരാമയ്യ ഇവരൊക്കെ BJP എതിർക്കുന്ന മുഖ്യമന്ത്രിമാരല്ലേ? എന്തിന്? MK സ്റ്റാലിൻ ഉണ്ടല്ലോ, പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജി ഉണ്ടല്ലോ. ഇവിടങ്ങളിലൊന്നും ഇത്തരമൊരു പ്രസ്താവന രാഹുൽ ഗാന്ധി പറഞ്ഞതായി കണ്ടില്ല. കേരളത്തിലെ മുഖ്യമന്ത്രിയെ മാത്രം ജയിലിലടയ്ക്കാൻ എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധിക്ക് ഇത്ര വ്യഗ്രത? ദേശീയ നേതാവായ പ്രതിപക്ഷ ഐക്യനിരയുടെ മുൻപന്തിയിൽ നിൽക്കുന്ന രാഹുൽ ഗാന്ധി അതേ പ്രതിപക്ഷ നിരയിലെ നേതാവിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. രാജ്യം അതിനിർണായകമായ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കും. രാഹുൽ ഗാന്ധിയുടെ പ്രശ്നം പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യാത്തതാണ്. 2019 രാഹുൽ ഗാന്ധി അടുത്ത പ്രധാനമന്ത്രിയാകുമെന്നൊക്കെ മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കാൻ കോൺഗ്രസിന്റെ PR ടീമിന് കഴിഞ്ഞു. എന്നാൽ ഇക്കുറി ജനം കാര്യങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. രാഹുൽ ഗാന്ധിക്ക് പ്രധാനമന്ത്രി പോയിട്ട് പ്രതിപക്ഷ നിരയിലെ മുൻനിര നേതാവ് പോലും ആകാൻ കഴിയില്ല എന്ന് ഇക്കഴിഞ്ഞ കാലം കൊണ്ട് അദ്ദേഹം തെളിയിച്ചതാണ്. നിർണായകമായ ചർച്ചകൾ പാർലമെന്റിൽ നടക്കുമ്പോൾ ഇദ്ദേഹം എവിടെയായിരുന്നു? ഈ ചോദ്യത്തിനുള്ള ഉത്തരത്തിലുണ്ട് കോൺഗ്രസിലെ പരമോന്നത നേതാവിന്റെ രാഷ്ട്രീയ ബോധ്യവും നിലപാടും. 2023 നവംബർ 25 അവസാനിച്ച പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. CAA ബില്ലുമായി ബന്ധപ്പെട്ട ചർച്ച നടന്ന സമ്മേളനമായിരുന്നു അത്. ഈ ചർച്ച നടന്ന ആദ്യത്തെ ഒരാഴ്ചക്കാലം പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യിക്കാൻ നടക്കുന്ന രാഹുൽ ഗാന്ധി എവിടെയായിരുന്നു? വിദേശ പര്യടനത്തിലായിരുന്നു അദ്ദേഹം. സൗത്ത് കൊറിയയിലായിരുന്നു ആ സമയം അദ്ദേഹം. വയനാട്ടിൽ നിന്നുള്ള ലോക്സഭാ അംഗമായ അദ്ദേഹം ചിലപ്പോൾ വന്യജീവി ആക്രമണം സൗത്ത് കൊറിയ എങ്ങനെ നേരിടുന്നു എന്ന് കണ്ടു പഠിക്കാൻ പോയതാകും. കുറ്റം പറയാൻ പറ്റില്ല. ഈ കഴിഞ്ഞ 5 വർഷക്കാലത്തിനിടയിൽ രാഹുൽ ഗാന്ധി നടത്തിയ വിദേശയാത്രകളുടെ എണ്ണം 247 ഒരു മാസം ശരാശരി 5 വിദേശയാത്രകൾ. ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹത്തിന് സ്വന്തം മണ്ഡലത്തിൽ പോയിട്ട് സ്വന്തം രാജ്യത്ത് നിൽക്കാൻ സമയം കിട്ടിയിട്ടില്ല. എല്ലാ കാലത്തും BJPയെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താൻ നഷ്ടം സഹിച്ചാണെങ്കിൽ പോലും ഫാസിസ്റ്റ് വിരുദ്ധ മുന്നണിക്കൊപ്പം കൈകോർത്തിട്ടുണ്ട് ഈ രാജ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ. അങ്ങനെ ഇരിക്കെ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് രാഹുൽ ഗാന്ധി ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിരക്ഷരത ചെറുതൊന്നുമല്ല എന്ന് വേണം മനസ്സിലാക്കാൻ. രാഹുൽ ഗാന്ധി അറസ്റ്റിലാകണമെന്ന് കമ്മ്യൂണിസ്റ്റുകാർ ആഗ്രഹിക്കില്ല. നാഷണൽ ഹെറാൾഡ് കേസിൽ സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും അന്വേഷണ ഉദ്യോഗസ്ഥർ വേട്ടയാടിയപ്പോൾ അതിനെതിരെ പക്വതയോടെ ശക്തമായി പ്രതികരിച്ച വ്യക്തിയുടെ പേര് പിണറായി വിജയൻ എന്നാണ്. ഇന്ത്യ മുന്നണി എന്ന പ്രതിപക്ഷ ഐക്യനിരയിൽ പ്രതീക്ഷ അർപ്പിച്ച മുഴുവൻ ജനാധിപത്യ മതേതര വിശ്വാസികളുടെയും ആശ്വാസ തുരുത്തിനെ ഇല്ലാതാക്കുകയാണ് ഇന്നലെ നടത്തിയ പ്രസംഗത്തിലൂടെ രാഹുൽ ഗാന്ധി ചെയ്തത്. കോൺഗ്രസ് പ്രതിപക്ഷ ഐക്യനിരയിൽ വിശ്വസിക്കാൻ കൊള്ളാത്ത പ്രസ്ഥാനമായി മാറുന്നു എന്നാകും ഇനി മുതൽ വിലയിരുത്തുക. കാരണം അരവിന്ദ് കെജ്രിവാളിനെ തുറുങ്കിലടയ്ക്കാൻ ആദ്യം മുതൽ അവസാനം വരെ ശ്രമിച്ചത് കോൺഗ്രസ് ആണ്. ആം ആദ്മി പാർട്ടി നേതാവിനെ തുറുങ്കിലടച്ചു. ഇനി അടുത്ത ലക്ഷ്യം കേരളമാകും. അപ്പോൾ പിന്നെ ഇന്ത്യ മുന്നണി എന്ത് എന്ന ചോദ്യത്തിന് ഞാനും സഹോദരിയും അമ്മയും എന്നാകും രാഹുൽ ഗാന്ധി കരുതുന്നുണ്ടാവുക.